LED സെൻസർ ലൈറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് സ്റ്റെപ്പുമ്മേ LED ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സൈഡിലും പ്രൊഫൈൽ ലൈറ്റ് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ സെൻസർ ഉപയോഗിച്ചിട്ട് മോഷൻ സെൻസർ വെച്ച് ആണ് വർക്ക് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. 2 പാർട്ടായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ട് ആയിട്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ വയറിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. നമ്മളത് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മളൊരു പൈപ്പ് വെച്ച് ആദ്യം തന്നെ അടിയിൽ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് ചിപ്പ് ചെയ്ത് എടുത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വയറിങ് ചെയ്യുന്നത്. അതായത് ഈ നമ്മളിപ്പോൾ ചെയ്യുന്ന സ്ഥലത്ത് 19 സ്റ്റെപ്പാണുള്ളത്. മൊത്തം 19 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഇത് 32 സ്റ്റെപ്പ് ചെയ്യുന്ന എൻ്റെ സെൻസറും അതിൻ്റെ കൺട്രോളറാണ് കൊണ്ടുവന്നത്. അത് ആദ്യം നമ്മളിത് കൺട്രോളർ നമ്മൾ കണ്ട് അത് വെക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന സ്റ്റെപ്പിൻ്റെ സ്റ്റെയർ കേസിൻ്റെ അടിയിലാണ്. അത് അടിയിലാകുമ്പോൾ നമുക്ക് കാണില്ല. നമ്മളാകെ ഇതിൻ്റെ സെൻസർ വെക്കാനായിട്ടുള്ള പോർഷൻ മാത്രമാണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ അവിടെയും ലാസ്റ്റ് സ്റ്റെപ്പിൻ്റെ അവിടെയും നമ്മൾ ഇതിൻ്റെ സെൻസർ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ ഈ സെൻസർ വെക്കണതിൻ്റെ അവിടെ നമ്മൾ 4 ബോക്സ്, അതായത് ആദ്യത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു 4 ബോക്സും മുകളിലത്തെ സ്റ്റെപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൻ്റെ അവിടെ 4 ബോക്സും വെച്ചാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ സ്റ്റെപ്പിന് വെച്ച് നമ്മളിങ്ങനെ പൈപ്പ് സെറ്റ് ചെയ്തേക്കാണ്. ഇനി ഇതിൻ്റെ ഇതിലൂടെ തന്നെ നമ്മൾ വയറ് വലിച്ച് ഇടുന്നുണ്ട്. അതായത് സ്റ്റെപ്പിൻ്റെ അടിയിലാണ് നമ്മൾ ഈ സെൻസർ വയ്ക്കുന്നത്. സെൻസറല്ല, ഇതിൻ്റെ കൺട്രോളർ വയ്ക്കുന്നത്. ആ കൺട്രോളറിലേക്ക് നമ്മൾ കേബിളുകൾ വലിച്ചിടണം. ഇത് നമ്മൾ സെൻസർ വയ്ക്കുന്ന സ്ഥലമാണ്. 4 ബോക്സാണ് നമ്മൾ അതിൽ വെച്ചേക്കുന്നത്. അടിയിലത്തെ സ്റ്റെപ്പിൻ്റെ അവിടെയും മുകളിലത്തെ സ്റ്റെപ്പിൻ്റെ അവിടെയും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ കൺട്രോളർ വയ്ക്കുന്ന സ്ഥലമാണ്. അതായത് സ്റ്റെയർ കേസിൻ്റെ അടിയിലാണ് നമ്മളിത് വയ്ക്കുന്നത്. ഇതിന് കേബിളുകൾ എല്ലാം നമ്മൾ സെപ്പറേറ്റ് തന്നെ വേണം. അത് ഒരു സ്റ്റെപ്പിന് ഒരു കേബിൾ എന്ന നിലയിലാണ് ഇത് വലിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേബിളുകൾ വലിച്ചിട്ടേക്കുന്നത്. അത് നമ്മൾ 1, 2, 3 അങ്ങനെ സ്റ്റെപ്പുകൾ മാർക്ക് ചെയ്ത് ഈ കേബിളുമ്പോൾ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കേബിൾ വലിച്ചിരിക്കുന്നത്. അത് നമുക്ക് അവസാനം അത് കണക്ഷൻ കൊടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമുക്കത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ 1, 2, 3 അങ്ങനെ നമ്പറുകൾ ഇട്ടിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വയറിങ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് കാരണം ഞാനിത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചപ്പോൾ കുറേ ഞാൻ അങ്ങനെ നോക്കി ഇങ്ങനത്തെ ഒരു വീഡിയോ, പക്ഷേ അതിലൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായ തെറ്റുകളും കുറവുകളും മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാ കേബിളുകളും നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഓരോ സ്റ്റെപ്പിനും 1, 2, 3 അങ്ങനെ നമ്പറുകൾ ഇട്ടിട്ട് നമ്മൾ താഴത്തേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഓരോ കേബിളുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് വെച്ചേക്കാണ്. അതെല്ലാം തന്നെ നമ്മൾ അതുപോലെ തന്നെ സെൻസറിൻ്റെ വയ്ക്കാനുള്ളതിൻ്റെ അതിൻ്റെ കേബിൾ നമ്മൾ താഴെ കൊണ്ടുവന്നു. അതെല്ലാം നമ്മൾ താഴെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. അതായത് ഇതിൻ്റെ കൺട്രോളർ എവിടെ വയ്ക്കാന്ന് വെച്ചാൽ അവിടേക്ക് നമ്മൾ കൊണ്ടുവരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിൻ്റെ തെറ്റുകൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തെറ്റുകളുണ്ടാവും. നിങ്ങൾ അതിനോട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.